എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ നിങ്ങളിൽ ചിലർക്ക് പരിചയം കാണും എന്നെ. എൻ്റെ ചാനലിൻ്റെ പേര് കിർക്കൻസ് എന്നാണ്. എൻ്റെ പേര് വിനു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലൈവിലും നമ്മുടെ ചാനലിലും ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോയിൽ ഈ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്ന അതിൽ മെസ്സേജ് ഇട്ടിരിക്കുന്ന ഈ അശ്വതി എന്ന് പറയുന്ന ഐഡിയ ഉള്ള പെൺകുട്ടി നിങ്ങളിൽ ചിലർക്കെങ്കിലും പരിചയം കാണും. അപ്പോൾ അവളുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. കഴിഞ്ഞ 2.5-3 മാസത്തിന് മുന്നേ നമ്മുടെ ലൈവിൽ വന്നിട്ട് നമ്മളുമായിട്ട് പരിചയപ്പെട്ട് നല്ല രീതിയിൽ ഒരു കുഞ്ഞനീത്തിയെ പോലെ പരിചയപ്പെട്ട് നമുക്ക് നമ്മുടെ നമ്പരൊക്കെ വാങ്ങി എന്നും രാവിലെ മുതൽ ഇരുട്ടും വരെ സംസാരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഇത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗത്തിൽ ഡോക്ടറാണെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. പല സമയത്തും ഇവളെ വിളിക്കുമ്പോഴെല്ലാം വീട്ടിൽ പട്ടി കുരയ്ക്കുന്നതും കോഴി കരയുന്ന സൗണ്ട് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇവള് നമ്മളോട് പറഞ്ഞ എല്ലാം കള്ളത്തരമാണെന്ന് വൈകാതെ മനസ്സിലായി. കാരണം സിന്ധുവിന് ഒരു ദിവസം ഇതുപോലെ തൈറോയിഡിൻ്റെ റിസൾട്ട് അവൾക്കൊന്ന് ഇട്ട് കൊടുത്തു. ഇവള് ഡോക്ടറല്ലേ. അപ്പോൾ ഇട്ട് കൊടുത്ത സമയത്ത് ഇവള് പറഞ്ഞത് ഈ അശ്വതി എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞത്, ചേച്ചി തൈറോയിഡ് ഒരുപാട് കൂടുതലാണ്, ചേച്ചി ഇപ്പോൾ കഴിക്കുന്ന 250 ഡോസുള്ള മരുന്ന് തന്നെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയിട്ട് നമ്മുടെ വീടിനടുത്തൊരു കൊച്ചുണ്ട്, അത് ഡെൻ്റലിന് പഠിക്കുകയാണ്, പല്ല് ഡോക്ടറാണ്, പഠിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ആ കുട്ടിക്ക് വാട്സാപ്പിൽ ഇട്ട് കൊടുത്തപ്പോൾ ആ കുട്ടിയുടെ പ്രൊഫസറിന് അയച്ചു കൊടുത്തിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് തിരിച്ച് പറഞ്ഞു തന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, ചേച്ചി അത് കഴിക്കരുത്, തൈറോയ്ഡ് ചേച്ചിക്ക് കൂടുതലല്ല കുറവാണ്, തീരെ കുറഞ്ഞു പോയി. അങ്ങനെ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചപ്പോൾ ആ 250 ഡോസേജുള്ള മരുന്ന് കഴിച്ചപ്പോൾ ഒരുപാട് കൂടുതലാണ്, ഇനി അത് കഴിക്കേണ്ട, ഡോസേജ് കുറച്ചുള്ള മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഡോക്ടർ എന്ന് പറഞ്ഞ അശ്വതി എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു, നീ എവിടെ നിന്നാണ് ഈ ഡോക്ടറിൽ നിന്ന് പഠിച്ചത്? ഇവക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇവളെ സിന്ധുവിനെ അന്നേരം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഡോക്ടറൊന്നും അല്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ പോകണം, നിങ്ങളെ ലൈവിൽ വരാറില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൾ കള്ളിയാണ്, അവൾ പോട്ടെ എന്ന് പറഞ്ഞു. സിന്ധുവിൻ്റെ അടുത്ത് പറഞ്ഞു അവൾ ബ്ലോക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അന്നിങ്ങനെ പോയി. പിന്നീട് ഞാനൊരു ദിവസം കിച്ചീസ് എന്ന് പറയുന്ന കിച്ചീസിൻ്റെ ലൈവിൽ ഇരുന്നപ്പോൾ അവളെ വന്നിട്ട് പറഞ്ഞു, കിച്ചി ചേച്ചി ഞാൻ ഇനി കിർക്കൻസിൻ്റെ ലൈവിൽ പോവില്ല, ഞാൻ എല്ലാം നിർത്തി. ഞാൻ അന്നേരം അവളോട് പറഞ്ഞു, നീ ബോഡി നിന്നെ ആര് ക്ഷണിച്ചു എന്ന് പറഞ്ഞു. അവൾ അന്ന് പോയതാണ്. പിന്നീടുള്ള കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ലൈവിൽ ഒരു അസീസ് എന്ന് പറഞ്ഞൊരു വ്യക്തി വരുമായിരുന്നു. ആ അസീസ് എനിക്ക് വേണ്ടി നമ്മുടെ ഓൺ ലൈവിൽ നമ്പർ ഇട്ട് തന്നു. ഈ നമ്പർ ഇവളെടുത്തിട്ട് പുള്ളിയെ വിളിച്ച് സംസാരിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് വൈകിയാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം നമ്മളെ വിളിച്ച് പറഞ്ഞു, ചേച്ചി അസീസ് എന്ന് പറഞ്ഞ ആളില്ലേ നിങ്ങളുടെ ലൈവിലുള്ള, അയാൾ എന്നെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു, ഇയാൾ എന്നെ കാണണം എന്നുള്ളതൊക്കെ പറഞ്ഞു. തൃശ്ശൂരുള്ളതാണ് ഇവർ രണ്ടുപേരും. അതിന് ഇവൾ പറഞ്ഞു, നമ്മുടെ ഒരു അനീത്തി